അഭിമന്യ മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി, സാമുവേൽ തിയോഫിലോസ് മെട്രോപൊളിറ്റൻ തിരുമേനി, യോഗത്തിൻ്റെ വൈസ് പാട്രൺ മാത്യൂസ് മാർ സെറാഫിം തിരുമേനി, സഫ്രഗൻ മെട്രോപൊളിറ്റൻ തിരുമേനി, മറ്റ് തിരുമേനിമാരെ, സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, വികാരി ജനറൽ അച്ഛന്മാർ, സഭാസ്ഥാനീയർ, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, കർത്താവിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, 113-ാം സ്റ്റുഡൻസ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ഈ കൂടിവരവുകൾ എല്ലാ വിധത്തിലും അർത്ഥവത്തായി തീരട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യട്ടെ. ഈ സ്റ്റുഡൻസ് കോൺഫറൻസുകൾ, അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ എത്രയോ ആളുകളെയാണ് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. സഭാ ശുശ്രൂഷയിൽ മാത്രമല്ല, മറ്റിടങ്ങളിലും വലിയ ക്രിസ്തീയ സാക്ഷ്യം വഹിപ്പാൻ തക്കവണ്ണം അവരെ പ്രചോദിപ്പിച്ചത് സ്റ്റുഡൻസ് കോൺഫറൻസാണ്. പലരും പലയിടങ്ങളിലും സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടിവരവ് വളരെ വളരെ സുപ്രധാനമാണ്. ഈ വർഷത്തെ ഈ കൂടിവരവിന് വേണ്ടി അത്യധ്വാനം ചെയ്ത എല്ലാവരെയും ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു. അവരുടെ ദീർഘനാളത്തെ പ്രയത്നം ഫലവത്തായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വപ്നം കാണാത്ത ആളും ഈ ലോകത്തിലില്ല. ചിലർ പലപ്പോഴും സ്വപ്ന ജീവികളായിട്ട് തീരുന്നു എന്നുള്ളതും സത്യമാണ്. ആഗ്രഹം വെച്ചു പുലർത്തുക എന്നുള്ളത് നല്ലതാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മുൻപോട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കൂ. എന്നാൽ എല്ലായ്പ്പോഴും പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് തൻ്റെ സൃഷ്ടിയെക്കുറിച്ചുള്ളൊരു വ്യക്തമായ ഉദ്ദേശമുണ്ട്. ദറ്റ് ഈസ് എ ജനറൽ പർപ്പസ് ഓഫ് ഹിസ് ക്രിയേഷൻ. ദൈവത്തിൻ്റെ സൃഷ്ടി, ഓരോ സൃഷ്ടിയെക്കുറിച്ചും സ്പെസിഫിക് ആയിട്ടുള്ളൊരു പർപ്പസുണ്ട്. എങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ ഉത്തരവാദിത്വം നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ഡിസേൺ ചെയ്യുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആകമാനമായ വലിയ പദ്ധതിയിൽ നമ്മെ ഫിറ്റിൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നാം സ്വപ്നം കാണുന്നതും ആഗ്രഹിക്കുന്നതും വളരെ വ്യത്യസ്തമായ വിധത്തിലായി തീരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ വലിയ പ്രശ്നം. ഇന്ന് നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ there is always a tension between the values of the world and the values of the kingdom of God. The values of the world is always power, pleasure, prosperity. And the values of the kingdom of God is always service, suffering, sacrifice. ഇത് മാത്രമല്ല, അതിനോട് ബന്ധപ്പെട്ടതല്ല. ഇവിടെയാണ് നമ്മുടെ ഈ കൂടിവരവിൻ്റെ പ്രസക്തി. നമ്മുടെ സ്വപ്നം ദൈവത്തിൻ്റെ സ്വപ്നത്തിനും ആഗ്രഹത്തിനും അനുരൂപമാക്കി തീർക്കുവാൻ സാധിക്കണം. അതായിരിക്കണം നമ്മുടെ സ്വപ്നം ഈ കോൺഫറൻസ് കൊണ്ട് സാധ്യമായി തീരുന്നത്. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് വിവേചിച്ചറിഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ മൂല്യങ്ങളോട് നോ എന്ന് പറയുവാനും ദൈവരാജ്യ മൂല്യങ്ങളോട് യെസ് എന്ന് പറയുവാനും തക്കവണ്ണം എക്യുപ്പ് ചെയ്യുവാൻ
നമ്മുടെ വെല്ലുവിളിക്കുവാൻ ചലഞ്ച് ചെയ്യുവാൻ തക്കവണ്ണം ഈ കോൺഫറൻസിന് സാധ്യമാകുമ്പോഴാണ് ഈ കോൺഫറൻസ് അർത്ഥവത്തായിട്ട് തീരുന്നത്. അങ്ങനെ അതിനായി ലോകമൂല്യങ്ങളോട് നോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യമൂല്യങ്ങളോട് യേസ് എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് ലോകത്തെ ആവേശം കൊള്ളിപ്പിച്ചിട്ടുള്ളവർ. ലോക ചരിത്രവും വേദപുസ്തക ചരിത്രവും അത് നമ്മെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പൗലോസ് തന്നെ വലിയൊരു ഉദാഹരണമാണ്. വലിയ വിദ്യാസമ്പന്നനായൊരു മനുഷ്യൻ, മതതീഷ്ണതയിൽ ഏറ്റവും മുൻപിൽ നിന്നവൻ, ക്രിസ്തീയ വിശ്വാസത്തെ ഏറെ പീഡിപ്പിച്ചവൻ. എന്നാൽ തന്നെക്കുറിച്ചുള്ള ദൈവഹിതം വിവേചിച്ചറിയുവാൻ ഇടയായപ്പോൾ വളരെ ധൈര്യത്തോടെ പറഞ്ഞു, നോ നോ, ഇതല്ല എന്നെക്കുറിച്ചുള്ള ഇഷ്ടം. അതുകൊണ്ട് അദ്ദേഹം ലോകത്തിൻ്റെ മുൻപിൽ മഹാമണ്ടനായി തീർന്നു. അവരാണ് ലോകത്തെ പ്രചോദിപ്പിച്ചിട്ടുള്ളവർ, ഇന്നും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരും അവരാണ്. അങ്ങനെയുള്ളവർക്കല്ലാതെ ലോകത്തെ പ്രചോദിപ്പിക്കുവാൻ ലോകത്തിൽ ആർക്ക് സാധിക്കില്ല. അങ്ങനെയുള്ള ചെറുപ്പക്കാരെയാണ് ഈ തലമുറയിൽ നമുക്ക് ആവശ്യം, ഈ സഭയ്ക്ക് ആവശ്യം. ദൈവരാജ്യമൂല്യങ്ങളോട് യേസ് എന്ന് പറഞ്ഞുകൊണ്ട്, ലോകമൂല്യങ്ങളോട് നോ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തെ ദൈവത്തിൻ്റെ ഹിതത്തിനായി പൂർണ്ണമായി വിധേയപ്പെടുത്തി കൊടുക്കുന്നൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ സ്റ്റുഡൻസ് കോൺഫറൻസ് അതിനുള്ളൊരു ചലഞ്ചാകണം. അപ്പോഴാണ് വളരുന്ന തലമുറ ഇങ്ങനെയുള്ളവരെ കണ്ടുകൊണ്ട് പ്രചോദിക്കപ്പെട്ട് ആവേശം പൂണ്ട് നല്ല നല്ല ഭാരതീയരായി സഭാമക്കളായിട്ട് തീരുവാനിടയായി തീരുന്നത്. ആ ദർശനം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം, അതിനായി നമ്മെ പുനഃപ്രതിഷ്ഠ ചെയ്യുവാൻ തക്കവണ്ണം ഈ കോൺഫറൻസ് ഇടയാകട്ടെ എന്ന് പ്രിയപ്പെട്ട എല്ലാ തിരുമാന്മാരുടെ പേരിലും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കും.